ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിലെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് HTML ഹെഡിംഗ് ടാഗിനെ കുറിച്ചും പാരഗ്രാഫ് ടാഗിനെ കുറിച്ചുമാണ്. അതിനുവേണ്ടി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്പൺ ചെയ്ത സെയിം ഫയലിന് ഓപ്പൺ ചെയ്യുക, index.html. അതിനുശേഷം നമുക്ക് ഹെഡിംഗ് ടാഗിലെ 6 ടാഗുകളാണുള്ളത്. ഒന്ന് H1, H2, H3, H4, H5, H6. ഓക്കെ, അതിന് H1 ടാഗ് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അതിനുവേണ്ടി H1 ടാഗ് എഴുതുക, ഓപ്പൺ ക്ലോസ് H1. ഇതേപോലെ തന്നെയാണ് H2 ടാഗ് എഴുതുന്നത്, H2 ടാഗ് H2 ടാഗ്. ഇതുപോലെ H3, അതിൽ H4, H5, അങ്ങനെ H6 വരെയുണ്ട്. 4, 5, 6, 4, 5, 6, 4, 5, 6. ഓക്കെ, ഇനി അതിൻ്റെ പേര് കൊടുക്കുകയാണ്. നമ്മുടെ കണ്ടന്റ് അല്ലെങ്കിൽ എലമെന്റ് എപ്പോഴും പോകുന്നത് ടാഗുകൾക്ക് സെൻറ്ററിലായിരിക്കണം. ഓക്കെ, ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4, heading 5, heading 6. ഇത്രയും ടാഗുകളാണുള്ളത്. ഇനി ഇത് നമുക്ക് വെബ് ബ്രൗസറിലൊന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പിൽ പോയതിന് ശേഷം സെയിം ഫയല് സേവ് ചെയ്യണം. അതിന് മുമ്പ് റൈറ്റ് ക്ലിക്ക്, ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം. ഇപ്പോൾ കാണാം ഹെഡിങ് 1, ഹെഡിങ് 2, ഹെഡിങ് 3, ഹെഡിങ് 4, ഹെഡിങ് 5, ഹെഡിങ് 6. ഹെഡിങ് 6 എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ഫോൺ സൈസ് ആയിരിക്കും. ഹെഡിങ് 1 എന്ന് പറയുന്നത് ഏറ്റവും വലുതായിരിക്കും. ഓക്കെ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എപ്പോൾ വേണേലും നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നോക്കിയാൽ ഇവിടെ ഹെഡിങ് ഒന്നും വന്നിട്ടില്ല. ഹെഡിങ് വരാത്തതിനുള്ള കാരണം എന്താണ്? നമ്മളിവിടെ ടൈറ്റിലൊന്നും കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം ഹെഡിങ്സ്. റിഫ്രഷ് ചെയ്യുമ്പോൾ കാണാം ഹെഡിങ്സ്. ഓക്കെ, ഇനി പാരഗ്രാഫ് ടാഗ്. സിമ്പിളാണ് പാരഗ്രാഫ് ടാഗ്, ജസ്റ്റ് P ടാഗ്. ഇത്രയുള്ള പാരഗ്രാഫ് ടാഗ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിലും പാരഗ്രാഫ് എഴുതാൻ പറ്റും. ടെസ്റ്റ് പാരഗ്രാഫ് ഉണ്ടോ? ഇത് നമുക്ക് വേണമെങ്കിൽ ഫോർ എക്സാമ്പിളിൽ ഞാൻ ലോറൻസ് എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്, ലോറൻസ്. അത് നമുക്ക് ഡമ്മി കണ്ടന്റ്, അതായത് ജസ്റ്റ് മീനിങ് ഒന്നും ഇല്ലാത്ത മീനിങ്ലെസ് ആയിട്ടുള്ള കുറേ കണ്ടന്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. കോപ്പി ചെയ്യാം, ഇട്ടോ ഒന്ന് പേസ്റ്റ്. കേട്ടോ, ഒരു പാരഗ്രാഫ് ടാഗ്. ഇപ്പം ഞാനിവിടെ എൻ്റർ അടിച്ച് ഇതിനെ ഒരു പാരഗ്രാഫ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതവിടെ റിഫ്ലക്റ്റ് ചെയ്യില്ല. ഇത് ഇവിടെ പ്രിൻ്റ് ആകുന്നത് എങ്ങനെയായിരിക്കും? ഒറ്റ ലൈനായിട്ടായിരിക്കും. ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഇനി അതിനെ കോപ്പി എടുത്തു, വീണ്ടും ഒരു പാരഗ്രാഫ് വേണം. അങ്ങനെ ഒരു കോപ്പി എടുക്കുക, വീണ്ടും താഴെ പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യുക. രണ്ടാമത്തെ പാരഗ്രാഫ് കണ്ടോ, മൂന്നാമത്തെ പാരഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് HTML ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ അതിന് എത്രയും വേഗം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും എൻ്റെ ക്ലാസ്സുകൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് ബോക്സിൽ പറയാം. താങ്ക് യു.